നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എണ്ണയിൽ മുക്കി പൊരിക്കാത്ത പലഹാരങ്ങൾക്കാവൂലേ ഫാൻസ് കൂടുതലുണ്ടാവുക. അങ്ങനെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാതും അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ്. അപ്പോൾ ഒരു തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊരു ഹാഫ് ഭാഗത്തോളം കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്ന ശേഷം ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ആ ഒരു സൈഡിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് പാല് ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്നൊരു തിക്കായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറി വരുന്ന സമയത്ത് നമ്മുടെ മസാല കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദയും ഒരല്പം ഉപ്പും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പിനടുത്ത് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ചൂടായ പാനിലേക്ക് ഒരല്പം ഓയിൽ ബ്രഷാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മളൊരു ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ദോശ ചുറ്റിച്ചെടുക്കാൻ പാകത്തിന് വേണം നമ്മൾ മാവ് ലൂസാക്കി എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാനുള്ള നല്ല ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കേട്ടോ ഞാനിപ്പോൾ അവിടെ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ദോശ റെഡിയാക്കി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മൈദപ്പത്തിരി വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ദോശയ്ക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ റൗണ്ടിലായിട്ടും അതുപോലെ തന്നെ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദപ്പശ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ അവിടെ കുറച്ച് മയോണൈസാണ് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസും പിസ്സ സോസും കൂടെ കുറച്ച് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മയോണൈസ് വെച്ച് കൊടുത്തതിന് ശേഷം റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ആണ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടാറി വന്നപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങൊക്കെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമായിട്ടാണ് നമ്മുടെ ഫില്ലിങ് ഞാനിപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു ലെയർ ഒന്ന് അതുപോലെ മടക്കിയെടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് ഞാനൊരു ചെറിയ ചീസിൻ്റെ പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ മസാലയുടെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിന് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ മുകളിലായിട്ടേ ചീസ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാവട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മയോണൈസിൽ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാനൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മുകളിലായിട്ട് ഫുള്ളായിട്ട് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ ചീസൊക്കെ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സ്പാച്ചില വെച്ചിട്ട് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മയോണൈസും ചീസും എല്ലാം ചേർത്ത് കൊടുത്തത് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറിലേക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരൊറ്റ പീസ് മാത്രം മതിയാവും നമ്മുടെ വയറൊക്കെ ഫുള്ളാവാനായിട്ട്. ഇനി ഒരു ലെയറായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഫുള്ളായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം എയർ ഫ്രയറിൽ കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ കുറച്ചും കൂടെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.